ദൈവവചനം ഇപ്രകാരം വായിക്കുന്നു. റോമർ 5:8. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. ഈ ലോകത്തിലെ എല്ലാ ബന്ധങ്ങളും കല്ലറകൾ കൊണ്ട് അവസാനിക്കുമ്പോൾ ഒരിക്കലും തീരാത്ത ബന്ധം അത് യേശുവുമായിട്ടുള്ള ബന്ധമാണ്. ഒരുപക്ഷെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി യേശുവിൻ്റെ സ്നേഹം രുചിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ അവർക്ക് യേശുവിൻ്റെ സ്നേഹം മനസ്സിലാക്കാൻ കഴിയത്തില്ല. എന്നാൽ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് യേശുവിലൂടെയുള്ള സന്തോഷം അനുഭവിക്കുന്ന ഒരു വ്യക്തി ഈ വീഡിയോ കാണുമ്പോൾ അവർക്ക് യേശുവിനോടുള്ള സ്നേഹം വർദ്ധിക്കും. യേശുവിനെ അംഗീകരിക്കാത്ത ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ, ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, ഇന്ന് ഈ സമയം യേശുവിന് വേണ്ടി നിങ്ങളുടെ ജീവിതം കൊടുക്കുന്ന ഒരു സമയമായി മാറണം. നമ്മുടെ കൂട്ടുകാർ, നമ്മുടെ കുടുംബക്കാർ, നമ്മുടെ സ്നേഹിതർ, ഏറ്റവും അധികം അടുത്ത് നിൽക്കുന്ന എല്ലാവരും മാറിപ്പോകും. എന്നാൽ മാറിപ്പോകാത്ത ഒരു നല്ല കർത്താവ് നമുക്കുണ്ട്. ആ കർത്താവിനെ മുറുകെ പിടിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇന്ന് ഈ സമയം നമുക്ക് ഒരുമിച്ച് പറയാം, ഈ ലോകത്തിൽ ആരെന്നെ സ്നേഹിക്കുന്നതിനേക്കാൾ ഉപരി യേശു എന്നെ സ്നേഹിച്ചു, യേശു എന്നെ വീണ്ടെടുത്തു, എന്നെ വിലയ്ക്ക് വാങ്ങി. ആ കർത്താവിൻ്റെ സ്നേഹത്തെ നമുക്കൊന്ന് രുചിച്ചറിയാം. എത്ര വർണ്ണിച്ചാലും മതി വരാത്ത യേശുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പാടുവാൻ കഴിയുന്നത് എത്ര ഭാഗ്യമാണ്. ഒരുപക്ഷെ പാട്ടുകാരായിരിക്കാം ഈ ശ്രദ്ധിക്കുന്നത്, പാട്ട് പാടാൻ അറിയാത്തവരായിരിക്കാം ശ്രദ്ധിക്കുന്നത്. എന്നാൽ ഈ വരികളൊക്കെ ഒന്ന് ചേർന്ന് പാടാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം മാറ്റം ഉണ്ടാക്കും. ഈ വരികളൊന്നും വെറുതെ എഴുതിയതല്ല, പരിശുദ്ധാത്മാവിനാൽ നിയോഗിക്കപ്പെട്ട് എഴുതിയ വരികളാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഹൃദയത്തെ പരിശുദ്ധാത്മാവ് തൊടും. അതുകൊണ്ട് നമുക്കൊരുമിച്ച് ആ യേശുവിൻ്റെ സ്നേഹത്തെ നമുക്ക് ഓർക്കാം. കാൽവറിയിൽ നമുക്ക് വേണ്ടി മുഴുരക്തവും ഊറ്റിത്തന്ന യേശുവിൻ്റെ സ്നേഹത്തെ നമുക്കൊരുമിച്ചൊന്ന് ഓർക്കാം. ഒരുമിച്ച് ഒരു പഴയ ഗാനത്തിൻ്റെ ഇരടികൾ ഇപ്രകാരം പാടി: എന്നുള്ളിലെന്നും വസിച്ചിടുവാൻ സ്വർഗ മണ്ഡപം വിട്ടിറങ്ങി, ഉന്നതനാം തങ്കപ്രാവേ നീ വന്നെന്നിൽ എന്നും അധിവസിക്കാം. നമുക്കൊരുമിച്ച് പറയാം: കർത്താവേ, സ്വർഗമഹിമകൾ വിട്ട് ഈ താണലോകത്തിലേക്ക് എന്നെയും നിങ്ങളെയും രക്ഷിക്കാൻ ഇറങ്ങി വന്ന യേശുവേ, അങ്ങ് ഞങ്ങളെ സ്നേഹിക്കുന്നു, അങ്ങ് ഞങ്ങൾ ആരാധിക്കുന്നു. ഒരുമിച്ച് ആ വരികളൊന്ന് ചേർന്ന് പാടാം. ഈ വരികൾ അറിയാവുന്നവർ എന്നോടൊപ്പം ചേർന്ന് പാടി കർത്താവിനെ സ്തുതിക്കാം. എന്നുള്ളിലെന്നും വസിച്ചിടുവാൻ സ്വർഗ മണ്ഡപം വീട്ടിറങ്ങി വന്ന ഉന്നതനാം തങ്ക പ്രാവേ നീ വന്നെന്നിൽ എന്നും അധിവസിക്ക വന്ന ഉന്നതനാം തങ്ക പ്രാവേ നീ വന്നെന്നിൽ എന്നും അധിവസിക്ക. ചേർന്ന് പാടി കർത്താവിന് മഹത്വം കരയട്ടെ. കർത്താവേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. മഹത്വത്തിൻ്റെ രാജാവേ, എന്നുള്ളിലെന്നും വസിച്ചിടുവാൻ സ്വർഗ മണ്ഡപം വീട്ടിറങ്ങി
വന്ന ഉന്നതനാം തങ്ക പ്രാവേ നീ വന്നെന്നിൽ എന്നു മതി വസിക്കാൻ. വന്ന ഉന്നതനാം തങ്ക പ്രാവേ നീ വന്നെന്നിൽ എന്നു മതി വസിക്കാൻ. തങ്കച്ചിറകടി എത്ര നാൾ കേട്ടിട്ടും ശങ്ക കൂടാതെ നിന്നെ തള്ളി സങ്കേതം ഞാൻ കൊടു തന്യർക്കന്നോർത്തിത സങ്കടപ്പെട്ടിടുന്നു. തള്ളി സങ്കേതം ഞാൻ കൊടു തന്യർക്കന്നോർത്തിത സങ്കടപ്പെട്ടിടുന്നു. എന്നുള്ളിലെന്നും വസിച്ചിടുവാൻ സ്വർഗ മണ്ഡപം വീട്ടിറങ്ങി വന്ന ഉന്നതനാം തങ്ക പ്രാവേ നീ വന്നെന്നിൽ എന്നു മതി വസിക്കാൻ. വന്ന ഉന്നതനാം തങ്ക പ്രാവേ നീ വന്നെന്നിൽ എന്നു മതി വസിക്കാൻ. കർത്തനെ എത്ര അനുഗ്രഹങ്ങളയ്യോ നഷ്ടമാക്കി ഈ വിധം ഇന്നും കഷ്ടത തന്നിൽ വലയുന്നു ഞാനിതാ തട്ടിയുണർത്തണമേ. ഇന്നും കഷ്ടത തന്നിൽ വലയുന്നു ഞാനിതാ തട്ടിയുണർത്തണമേ. എന്നുള്ളിലെന്നും വസിച്ചിടുവാൻ സ്വർഗ മണ്ഡപം വീട്ടിറങ്ങി വന്ന ഉന്നതനാം തങ്ക പ്രാവേ നീ വന്നെന്നിൽ എന്നു മതി വസിക്കാൻ. വന്ന ഉന്നതനാം തങ്ക പ്രാവേ നീ വന്നെന്നിൽ എന്നു മതി വസിക്കാൻ. കർത്താവിനെ നമുക്ക് ആഴമായി സ്നേഹിക്കാം. യേശുവിലൂടെയുള്ള സന്തോഷം നമുക്ക് അനുഭവിക്കാം. കാൽവറിയിൽ നമുക്ക് വേണ്ടി തൻ്റെ രക്തം മുഴുവനും നമുക്ക് വേണ്ടി തന്നു. നമ്മെ ആഴമായി സ്നേഹിച്ചു. ആ യേശുവിൻ്റെ സ്നേഹത്തെ ഈ സമയം നമുക്ക് ഓർക്കാം. ഏത് സാഹചര്യത്തിലും നമുക്ക് ഒരുമിച്ച് ഓർക്കാം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ജീവിതമെന്നും ശരിയായിട്ടില്ലയോ ജീവിപ്പിക്കും കർത്തനെ വന്നു. ജീവനും ശക്തിയും സ്നേഹവും തന്നെന്നെ ജീവിപ്പിച്ചിടണമേ. ജീവിതമെന്നും ശരിയായിട്ടില്ലയോ ജീവിപ്പിക്കും കർത്തനെ വന്നു. ജീവനും ശക്തിയും സ്നേഹവും തന്നെന്നെ ജീവിപ്പിച്ചിടണമേ. എന്നുള്ളിലെന്നും വസിച്ചിടുവാൻ സ്വർഗ മണ്ഡപം വീട്ടിറങ്ങി വന്ന ഉന്നതനാം തങ്ക പ്രാവേ നീ വന്നെന്നിൽ എന്നു മതി
വസിക്കാൻ വന്ന ഉന്നതനാം തങ്ക പ്രാവേ നീ വന്നെന്നിൽ എന്നു മതി വസിക്കാൻ. തങ്കച്ചിറകടി എത്ര നാൾ കേട്ടിട്ടും ശങ്ക കൂടാതെ നിന്നെ തള്ളി സങ്കേതം ഞാൻ കൊടു തന്യർക്കെന്നോർത്തിത സങ്കടപ്പെട്ടിടുന്നു. തള്ളി സങ്കേതം ഞാൻ കൊടു തന്യർക്കെന്നോർത്തിത സങ്കടപ്പെട്ടിടുന്നു. ചേർന്ന് പാടാം. എന്നുള്ളിലും വസിച്ചിടുവാൻ സ്വർഗ മണ്ഡപം വീട്ടിറങ്ങി വന്ന ഉന്നതനാം തങ്ക പ്രാവേ നീ വന്നെന്നിൽ എന്നു മതി വസിക്കാൻ വന്ന ഉന്നതനാം തങ്ക പ്രാവേ നീ വന്നെന്നിൽ എന്നു മതി വസിക്കാൻ. ആരാധന 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 ആരാധന. തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങെപ്പോലെ യേശുവേ. ചേർന്ന് പാടാൻ കഴിയുമോ? തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങെപ്പോലെ യേശുവേ. ജീവനേ സ്വന്തമേ അങ്ങേ മാറി ചാരുന്നു ഞാൻ. ചേർന്ന് പാടാം. ജീവനേ സ്വന്തമേ അങ്ങേ മാറി ചാരുന്നു ഞാൻ. ആരാധന 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 അങ്ങേക്ക് ആരാധന. യേശുവേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. എന്നെ ആഴമായി സ്നേഹിച്ച കർത്താവ്, ഞങ്ങൾക്ക് വേണ്ടി മുഴു രക്തവും ഊറ്റി തന്ന കർത്താവേ, ഓ ആരാധന 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 ഓ ആരാധന 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 ആരാധന. കർത്താവേ, ഇതിനൊന്നും ഞങ്ങൾ യോഗ്യരല്ല. ഞങ്ങളെ യോഗ്യരാക്കി തീർത്ത ദൈവത്തിൻ്റെ സ്നേഹം, ഈ സ്നേഹത്തെ ഞങ്ങൾ എത്ര നാൾ തള്ളി, എത്ര നാൾ ഞങ്ങൾ വേണ്ട എന്ന് വെച്ചു. എന്നാൽ കർത്താവേ, ഈ സ്നേഹത്തിലേക്ക് കടന്നു വരുവാൻ ദൈവം ഞങ്ങൾക്ക് ഭാഗ്യം നൽകിയല്ലോ. ഇന്ന് ഈ സമയം ഈ കേൾക്കുന്ന, ഈ വീഡിയോ കാണുന്ന, ഈ ശബ്ദം കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, ഈ ലോകത്തിൽ മറ്റെന്തിനേക്കാളും യേശുവിനെ നമുക്ക് ആഴമായി സ്നേഹിക്കാൻ ദൈവം നിങ്ങൾക്ക് കൃപ നൽകട്ടെ. എത്ര നാൾ ഈ യേശുവിനെ നാം തള്ളിപ്പറഞ്ഞു, യേശുവിൻ്റെ സ്നേഹം അനുഭവിക്കാതെ പോയ ദിനങ്ങൾ എത്രയാണ്. എന്നാൽ ഇന്ന് ഈ സ്നേഹം അനുഭവിക്കാത്ത ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ,
നിങ്ങളുടെ ഹൃദയത്തിലേക്ക് യേശു കടന്നു വരട്ടെ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഇത്രമാം സ്നേഹത്തെ എത്ര നാൾ തള്ളി ഞാൻ, ഇത്രമാം സ്നേഹത്തെ എത്ര നാൾ തള്ളി ഞാൻ, ഈ മഹാപാപത്തെ ദൈവമേ ഓർക്കല്ലേ, ഈ മഹാപാപത്തെ ദൈവമേ ഓർക്കല്ലേ. പാപത്തെ സ്നേഹിപ്പാൻ ഞാനിനി പോകുമോ, പാപത്തെ സ്നേഹിപ്പാൻ ഞാനിനി പോകുമോ, ദൈവത്തിൻ പൈതലായി ജീവിക്കും ഞാനിനി, ദൈവത്തിൻ പൈതലായി ജീവിക്കും ഞാനിനി. ദൈവത്തിൻ്റെ പൈതലായി ജീവിക്കുവാൻ ദൈവം നിങ്ങൾക്ക് അവസരമൊരുക്കട്ടെ. ഈ ലോകത്തിന് വേണ്ടിയല്ല നിങ്ങൾ ജീവിക്കേണ്ടത്, ഈ ലോകത്തിൻ്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടിയല്ല നിങ്ങൾ ജീവിക്കേണ്ടത്. യേശുവിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ, യേശുവിലൂടെയുള്ള നിത്യസന്തോഷം കരസ്ഥമാക്കുവാൻ ദൈവം നിങ്ങൾക്ക് കൃപ നൽകട്ടെ. അങ്ങനെ യേശുവിലൂടെയുള്ള സ്നേഹം അനുഭവിച്ച് മുമ്പോട്ട് പോകുന്ന ഒരു വ്യക്തി ഒരിക്കലും പരാജയപ്പെട്ടു പോകത്തില്ല. ആ വ്യക്തിയുടെ ജീവിതത്തിൽ പരീക്ഷ വന്നാലും അത് നിങ്ങളുടെ ദോഷത്തിനായിട്ടല്ല, നിങ്ങളെ കീറിക്കളയുവാനല്ല. യേശുവിനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയിൽ എന്തെങ്കിലും രോഗങ്ങൾ വന്നാൽ, ക്ഷീണങ്ങൾ വന്നാൽ, പ്രതിസന്ധികൾ വന്നാൽ നിങ്ങളെ തകർത്ത് കളയുവാനല്ല. യേശു നിങ്ങളുടെ കൂടെയുണ്ടെന്നുള്ളൊരു ഉറപ്പ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ആ യേശുവിനെ നമുക്ക് ആഴമായി സ്നേഹിക്കാം. ആ യേശുവിലൂടെയുള്ള സന്തോഷം അനുഭവിക്കാം. നമ്മെ കരുതുന്ന ഒരു നല്ല കർത്താവുണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് എന്നെ കരുതുന്ന ഒരു നല്ല കർത്താവുണ്ടെന്ന്? ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും, എന്നെ കരുതുവാൻ ആരുമില്ലെന്ന് പറഞ്ഞിരിക്കുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ, ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ, ആരും എന്നെ ഈ ലോകത്തിൽ സ്നേഹിക്കാനില്ല എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇന്ന് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞ് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ യേശു നിങ്ങളെ സ്പർശിക്കട്ടെ. ഈ ഗാനം പാടിക്കൊണ്ടിരിക്കുമ്പോൾ, ഈ വാക്കുകൾ ശ്രദ്ധിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് യേശുവിൻ്റെ സ്പർശനമുണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പ്രതിസന്ധികൾ വന്നാലും യേശു കൂടെയുണ്ട്. യേശുവിനെ അംഗീകരിക്കാം. നീ തളർന്നു പോകത്തില്ല, നീ ക്ഷീണിച്ചു പോകത്തില്ല. രോഗങ്ങൾ വന്നാലും യേശു നിങ്ങളുടെ കൂടെയുണ്ട്. നമുക്കൊരുമിച്ച് ഈ ഇരിക്കുന്ന ഇരിപ്പിൽ തന്നെ നമുക്കൊരുമിച്ച് ഒരു ഗാനത്തിൻ്റെ ഈരടികൾ പാടി കർത്താവിന് മഹത്വം കരേറ്റാം. എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവെന്നും കൂടെയുണ്ട്. ആ യേശുവിനെ നമുക്ക് മുറുകെ പിടിക്കാം. ഒരുമിച്ച് പാടി കർത്താവിന് മഹത്വം കരേറ്റാം. ചേർന്ന് പാടി കർത്താവിന് മഹത്വം കരേറ്റാം. എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കും
വഹിക്കുന്നവൻ, എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശു എൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ, യേശു എൻ കൂടെയുണ്ട്. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കാണെന്നറിയുന്നു ഞാൻ. ഓ, എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കാണെന്നറിയുന്നു ഞാൻ. എരിതിയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല. എരിതിയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല. വീഴുന്നതോ തീയിലല്ല, എന്നേശുവിൻ കരങ്ങളില. ഓ, വീഴുന്നതോ തീയിലല്ല, എന്നേശുവിൻ കരങ്ങളില. ഓ, പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കാണെന്നറിയുന്നു ഞാൻ. ഓ, എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കാണെന്നറിയുന്നു ഞാൻ. ഓ, എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശു എൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ, യേശു എൻ കൂടെയുണ്ട്. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കാണെന്നറിയുന്നു ഞാൻ. ഓ, എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കാണെന്നറിയുന്നു ഞാൻ. ദൈവമെനിക്കനുകൂലം, അത് നന്നായി അറിയുന്നു ഞാൻ. ദൈവമെനിക്കനുകൂലം, അത് നന്നായി അറിയുന്നു ഞാൻ. ദൈവമനുകൂലമെങ്കിൽ ആരെനിക്കെതിരായിടും. ദൈവമനുകൂലമെങ്കിൽ ആരെനിക്കെതിരായിടും. ഓ, പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കാണെന്നറിയുന്നു ഞാൻ. ഓ, എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കാണെന്നറിയും. ഹല്ലേലൂയ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കാണെന്നറിയുന്നു ഞാൻ. കർത്താവേ, എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കാണെന്നറിയുന്നു ഞാൻ. യേശുവിനെ ആഴമായി സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക് ഹൃദയം തുറന്ന് പറയാൻ കഴിയും, യേശുവിനെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഈ പരിശോധനയിലൂടെയൊക്കെ ഞാൻ കടന്നു പോകുന്നത്. യേശു എനിക്ക് അനുകൂലമെന്ന് ഞാൻ തിരിച്ചറിയുന്നത് യേശുവിൻ്റെ സ്നേഹത്തിലൂടെയാണ്. ആ യേശുവിനെ ആഴമായി സ്നേഹിക്കുവാൻ ദൈവം നമുക്ക് കൃപ നൽകട്ടെ. ഹല്ലേലൂയ,
ഘോരമാം ശോധനയിൽ ആഴങ്ങൾ കടന്നിടുമ്പോൾ നടത്തുന്നത് യേശുവത്ര എന്നുള്ളൊരു ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. യോബിൻ്റെ ജീവിതത്തിൽ ഒരുപാട് വേദനകൾ കടന്നു വന്നു. തനിക്കുള്ളതെല്ലാം നഷ്ടപ്പെട്ടു. എല്ലാം നഷ്ടപ്പെട്ടപ്പോൾ ആദ്യമായി യേശുവിൻ്റെ സ്നേഹം യോബിൻ്റെ ജീവിതത്തിൽ കടന്നു വന്ന സമയം മുതൽ കഷ്ടതയിൽ പതറിപ്പോകാതെ, വേദനയിൽ പതറിപ്പോകാതെ, ഏറ്റവും അവസാനം വരെ ഉറച്ചു നിന്ന യോബിനെ നമുക്ക് ദൈവജനത്തിലൂടെ കാണുവാൻ കഴിയും. മുന്നോട്ടൊരു പ്രതീക്ഷയുമില്ല, അങ്ങനെ മുമ്പോട്ട് പോയ സമയങ്ങൾ. പ്രിയ സ്നേഹിതരെ, നിങ്ങളൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണോ? ഒരു വേദനയിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണ്? ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന എൻ്റെ പ്രിയ സ്നേഹിതരോട് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കാനുള്ളത്, പ്രതിസന്ധികൾ എത്രയും വലുതായിക്കോട്ടെ, എന്നാൽ പ്രതിസന്ധികളെക്കാൾ വലിയവൻ നമ്മോട് കൂടെയുണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഈ വാക്കൊന്ന് ചേർന്ന് പറയാൻ കഴിയുമോ? പ്രതിസന്ധിയേക്കാൾ വലിയവൻ എൻ്റെ കൂടെയുണ്ട്. വളരെ ദുഃഖത്തോടെ ആയിരിക്കാം നിങ്ങൾ മുമ്പോട്ട് പോകുന്നത്. അതിൻ്റെയൊക്കെ നടുവിലും നിങ്ങൾക്ക് പറയാൻ കഴിയണം, പ്രതിസന്ധിയേക്കാൾ വലിയവൻ, എൻ്റെ ഏറ്റവും വലിയ പ്രതിസന്ധിയേക്കാൾ വലിയവൻ എൻ്റെ കൂടെയുണ്ട്. നമ്മുടെ പ്രതിസന്ധിയെ മാറ്റുന്ന, നമ്മുടെ പ്രയാസത്തെ മാറ്റുന്ന ഒരു നല്ല കർത്താവ് ഇന്നും ഉയരത്തിൽ ജീവിക്കുന്നു. ഇന്നും തുറന്നു കിടക്കുന്നൊരു കല്ലറയുണ്ട്. ആ കല്ലറ ഇന്നും തുറന്നു കിടക്കുക. യേശു അവിടെ ഇല്ല. യേശു അടക്കപ്പെട്ടു. എന്നാൽ മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു. എനിക്കും നിങ്ങൾക്കും വേണ്ടി ഇന്നും ഉയരത്തിൽ ജീവിക്കുന്നു. ആ യേശുവിൻ്റെ അരികിലേക്ക് പോകുവാൻ പ്രത്യാശയോടുകൂടെ ഈ ലോക ജീവിതയാത്ര മുന്നോട്ട് നയിക്കാം. നമ്മെ സ്നേഹിക്കാമെന്ന് പറഞ്ഞവരും, നമ്മെ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടെന്ന് പറയുന്നവരും എല്ലാം ഈ ലോകത്തിൽ മാറ്റപ്പെടും. എന്നാൽ നമ്മെ ആഴമായി സ്നേഹിക്കാമെന്ന് പറഞ്ഞ യേശു ജീവിക്കുന്നു. ആ യേശുവിനെ നമുക്ക് മുറുകെ പിടിക്കാം. യേശുവിലൂടെയുള്ള സന്തോഷം അനുഭവിക്കാം. കണ്ണുകളടയ്ക്കാം. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വീണ്ടും അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരുന്നു. ദൈവത്തിൻ്റെ കൃപ ഞങ്ങളുടെ മേൽ പകരണം. എല്ലാ മഹത്വവും പുകഴ്ചയും കർത്താവിൽ അർപ്പിക്കുന്നു. വേദനയോടെ, ഭാരത്തോടെ, രോഗത്തോടെ ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ കർത്താവ് അവരുടെ ജീവിതത്തിൽ ഒരു വ്യത്യാസമുണ്ടാകുവാൻ സഹായിക്കണം. യേശു അവരുടെ ഉള്ളിലേക്ക് കടന്നു വരണം. പ്രതിസന്ധിയേക്കാൾ വലിയവൻ ഉണ്ടെന്നുള്ളൊരു ഉറപ്പ് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ദൈവകരങ്ങളിലേക്ക് താഴ്ത്തുന്നു. എല്ലാ മഹത്വം അങ്ങയ്ക്ക് യേശുവിൻ്റെ നാമത്തിൽ പിതാവേ കേൾക്കുമാറാണമേ. ആമേൻ. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.